നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ദീർഘകാലമായി ഉപയോഗിക്കാതിരിക്കുന്ന സിമ്മുകൾ പ്രവർത്തനരഹിതമാകാതിരിക്കാൻ ഇനി മുതൽ മാസം തോറും റീചാർജ് ചെയ്യേണ്ടി വരില്ല. ഇത് സംബന്ധിച്ച മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് ട്രായ്. മിനിമം ബാലൻസ് ഉണ്ടെങ്കിൽ സിം പ്രവർത്തനരഹിതമാകുന്നത് തടയുന്ന നിയന്ത്രണം ട്രായ് മുന്നോട്ട് വെച്ചിട്ട് 10 വർഷമായിട്ടുണ്ട്. അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ആയ 20 രൂപ നിലനിർത്തി സിം ഉപയോക്താക്കൾക്ക് സിം സജീവമായി നിലനിർത്താൻ സാധിക്കും. നേരത്തെ സിം സജീവമായി നിലനിർത്തുന്നതിനായി ഒരു നിശ്ചിത തുകയ്ക്ക് ഉപയോക്താക്കൾ സിം റീചാർജ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. എന്നാൽ ട്രായുടെ പുതിയ മാനദണ്ഡം അനുസരിച്ച് അത്തരത്തിൽ തുടർച്ചയായി റീചാർജ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. സാധാരണയായി നിങ്ങളൊരു സിം കാർഡ് 90 ദിവസത്തേക്ക് കോൾ, മെസ്സേജ്, ഡേറ്റ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നില്ലെങ്കിൽ സിം പ്രവർത്തനരഹിതമാകും. എന്നാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ 20 രൂപയിൽ കൂടുതൽ ഉണ്ടെങ്കിൽ 90 ദിവസത്തിന് ശേഷം ഈ 20 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് സ്വയമേ കുറയുകയും സിം അടുത്ത 30 ദിവസത്തേക്ക് കൂടി പ്രവർത്തനക്ഷമമാവുകയും ചെയ്യും. നിങ്ങളുടെ ഫോണിൽ 20 രൂപയുടെ ബാലൻസ് ഉള്ളിടത്തോളം കാലം ഇത് തുടർന്നു പോകും. നിങ്ങളുടെ ബാലൻസ് 20 രൂപയിൽ കുറയുന്നതോടെ സിം സ്വാഭാവികമായും പ്രവർത്തനരഹിതമാവുകയും ചെയ്യും. അഥവാ പ്രവർത്തനരഹിതമായാൽ തന്നെ 15 ദിവസങ്ങൾക്കുള്ളിൽ 20 രൂപ റീചാർജ് ചെയ്തുകൊണ്ട് സിം വീണ്ടും പ്രവർത്തനക്ഷമമാക്കാവുന്നതാണ്. ഔദ്യോഗിക ആവശ്യത്തിനും വ്യക്തിഗത ആവശ്യത്തിനും 2 മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്നവർക്കുൾപ്പെടെ ഈ നിയന്ത്രണം വളരെയധികം പ്രയോജനപ്പെടും. ഇത് പ്രീപെയ്ഡ് കണക്ഷനുകൾക്ക് മാത്രമാണ് ബാധകമാവുക. എന്തായാലും മൊബൈൽ ഫോൺ ഉപയോക്താക്കൾക്ക് വളരെ ആശ്വാസകരമായ നിയമമാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുന്നത്.